നെഗറ്റീവ് അടിക്കാൻ വരണ കുറേ ഒന്നിലും രണ്ടിലും പഠിക്കണ പൃഥ്വിരാജിന് ഒരു പേടി സ്വപ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പൃഥ്വിരാജ് തീർന്ന് ദിലീപേട്ടനെ പുച്ഛിച്ച് തള്ളിയവർക്ക് എല്ലാവർക്കും ഇതൊരു തീർത്തും ഒരു മറുപടി തന്നെയാണ്. പറയാനൊന്നുമില്ല, ചിരിച്ചിരി ചത്ത്. വലിയ 5 സ്റ്റാർ ഹോട്ടലിനെ കാട്ടി ഇപ്പോഴുള്ള തട്ടുകടയാണ് ബെറ്റർ ആണെന്ന് തോന്നുന്നു. നേരത്തെ പണ്ടത്തെ കാലത്ത് നമ്മൾ എങ്ങനെ ദിലീപിനെ കണ്ടോ അതേ ആ ഒരു ലെവലാണ് ദിലീപ് ഇപ്പോഴും വന്നിരിക്കുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്കിട്ട് ഒരു അടിയുണ്ട്. കൊള്ളാം, ലൈക്ക് ചിരിക്കാനുണ്ട്, ലാസ്റ്റ് ഇമോഷണൽ അങ്ങനെയൊക്കെ ഒരു നോർമൽ ദിലീപ് മൂവി പോലെ ഫാമിലി ആയിട്ട് പോകാനും എല്ലാം കൊള്ളാം. നല്ല സിനിമയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല സ്ക്രിപ്റ്റാണ്, അടിപൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ കൊള്ളാം. ദിലീപ് നല്ലായിരുന്നു കൊള്ളാം. ദിലീപേട്ടൻ ഇപ്പൊ ഇറങ്ങിയ സിനിമകൾ വെച്ച് കൊള്ളാം, സിനിമ കൊള്ളാം. നല്ല ഫാമിലി മൂവി, ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയായിരുന്നു. സൂപ്പറായിരുന്നു. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്കിട്ട് ഒരു അടിയുണ്ട്. പിന്നെ എന്താ പറയാ, തിരിച്ചുവരവെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ഫാമിലി ആയിട്ട് കണ്ടോണ്ടിരിക്കുക. കൊള്ളാം, വളരെ നല്ല മൂവിയാണ്. ദിലീപ് ആയിരുന്നാലും സിദ്ദിഖ് ആയിരുന്നാലും ജോണി അന്നെ ആയിരുന്നാലും ബിന്ദു പണിക്കർ ആയിരുന്നാലും എല്ലാം ഓൾ ഇൻ ഓൾ അടിപൊളി മൂവിയാണ്. ഇൻട്രോയിലൊരു സൂപ്പർ കോമഡിയാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് ആണ് കാണിക്കുന്നത്. എങ്ങനെ എത്രത്തോളം ജീവിതത്തിൽ മാറുമെന്നും ആ ഒരു രീതിയിലാണ് പോകുന്നത്. കൊള്ളാം, നല്ല ഒന്നും പറയലാണ്. സൂപ്പർ സിനിമയാണ്, സൂപ്പർ സിനിമ. നേരത്തെ ദിലീപിന്റെ സിനിമ പറഞ്ഞാൽ അതേപോലെ പണ്ടത്തെ സിനിമ എങ്ങനെയാണോ അതേപോലെ തന്നെ, വേറെ ഒന്നും പറയില്ല. സൂപ്പർ സിനിമ, നല്ല സിനിമയാണ്. ദിലീപിന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. ഇഷ്ടപ്പെട്ട് കൊള്ളായിരുന്നു, വൈബായിരുന്നു. അങ്ങനെ പറയാനൊന്നുമില്ല, ചിരിച്ചിരി ചത്ത്. സൂപ്പറായിരുന്നു, എന്റർടൈനിങ് ഉണ്ടായിരുന്നു, കോമഡി ആയിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു മെസ്സേജ് ആയിരുന്നു. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ചാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. പൊതുവെ കാരണം വലിയ 5 സ്റ്റാർ ഹോട്ടലിനെ കാട്ടി ഇപ്പോഴുള്ള തട്ടുകടയാണ് ബെറ്റർ ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നല്ല പടം തന്നെ. അടിപൊളി സിനിമയാണ്, നല്ല സിനിമ. അത് തന്നെ പഴയ ദിലീപേട്ടനെ തിരിച്ചു കിട്ടി നമുക്ക്. നല്ല അടിപൊളി കഥയുണ്ട്, ചിരിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പഴയ കാലത്തിലുള്ള പോലെ തന്നെ അങ്ങേര് ഇപ്പോഴും വേറെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പണ്ടത്തെ കാലത്ത് നമ്മൾ എങ്ങനെ ദിലീപിനെ കണ്ടോ അതേ ആ ഒരു ലെവലാണ് ദിലീപ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ഈ ഒരു വാളയാർ പരമേശ്വരനെ പോലെയല്ല, എന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക, റൊമാൻറ്റിക് അല്ല, കുറച്ച് സെഡായിട്ടുള്ള ഇമോജി, പിന്നെ കോമഡി ആയിട്ടുള്ള ആ 2 കർണിറ്റിസുള്ള അതൊക്കെ നൈസ്, അതേപോലെ തന്നെ വന്നു. വേറെ ഒന്നും പറയല്ല, ഗുഡാണ്. പാടം നന്നായിട്ടുണ്ട്. പുള്ളി നൂറ്റമ്പതാമത്തെ പടം ഒന്നും മാത്രമല്ല, കഥ വയസ്സ് നോക്കിയാൽ ഈ അവിടെ ഇവിടെ കേട്ട് കഥ ഇതൊക്കെ സോഷ്യൽ മീഡിയ ലൈഫ്, അതായത് ഒരാൾ ലൈഫിൽ കയറി നാട്ടുകാരെല്ലാം അറിയിക്കണം, അതിൻ്റെ ഒരു ആവശ്യം നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് ഇതിൽ മര്യാദയ്ക്ക് നന്നായി എടുത്തിട്ടുണ്ട്. ഫാമിലിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും. പടം വയസ്സ് കൊള്ളാം, കോമഡി കൊള്ളാം. നല്ല പടം, നല്ല സൂപ്പർ. കുടുംബചിത്രങ്ങൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു കഥ പറയുന്നത് നല്ല സിനിമയായിരുന്നു. എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കുറിച്ച് മെയിനായിട്ട് പറയുന്ന ഒരു സിനിമയാണ്. ദിലീപേട്ടനെ പുച്ഛിച്ച് തള്ളിയവർക്ക് എല്ലാവർക്കും ഇതൊരു തീർത്തും ഒരു മറുപടി തന്നെയാണ്. നല്ല സിനിമ, എല്ലാ ക്യാരക്ടേഴ്സും അവരുടേതായ എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ട് ഫാമിലി ആയിട്ട് തന്നെ വന്നിരുന്ന് കാണണം. പഴയ കോമഡിയൊന്നും അല്ല, ഇത് വെരി ട്രെൻഡിങ് ആണ്. ദിലീപേട്ടനെ പറഞ്ഞവർക്ക് എല്ലാവരും ഇത് തിരിച്ചടി തന്നെയാണ്. ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണുക. അയ്യോ സൂപ്പർ, ദിലീപേട്ടനാണ് പൊളി. ദിലീപേട്ടൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് ഒരു സിനിമയാണ്. അതുകൊണ്ട് ഒന്നും പറയില്ല, നിങ്ങൾ എല്ലാവരും തന്നെ കാണുക. ദിലീപേട്ടൻ എൻ്റെ പ്രത്യേക രീതിയിലുള്ള ഒരു ഉമ്മ ആദ്യം. അതുപോലെ തന്നെ ദിലീപേട്ടൻ അഭിനയിച്ച സിദ്ദിഖായിരുന്നാലും ബിന്ദു പണിക്കരായിരുന്നാലും ധ്യാൻ ശ്രീനിവാസന് അളിയൻ്റെ വലിയ ഇതൊന്നും ഇല്ല, ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ അതിൽ അഭിനയിച്ച സഹനടന്മാരും സഹനടികളും എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു. കാര്യം അത്രത്തോളം കോമഡിയായിരുന്നു. കാണാൻ വന്ന ഫാമിലിയായിട്ടുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിയും ഒരു ബഹളമാണ്. തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ ഡയലോഗിന് ഓളം ഉണ്ടായിരുന്നു. ക്യാമറ റോൾ ചെയ്ത് നമ്മളെ ഉർവശിയുടെ ഡയലോഗ്, അതിന് ഭയങ്കര ഓളമായിരുന്നു ആ പടത്തിന്. പിന്നെ നെഗറ്റീവ് അടിക്കാൻ വരണ കുറേ ഒന്നിലും രണ്ടിലും പഠിക്കണ ഒന്നിലും രണ്ടിലും പഠിക്കണ കുറേമാർ ദിലീപേട്ടൻ ആ കേസ് ചെയ്ത് ഈ കേസ് ചെയ്ത് ഇങ്ങനെ പറയണവനൊക്കെ ഒരു പെറ്റി കേസ് അടിക്കണവനൊന്നും പറയേണ്ടതൊന്നും കാര്യമില്ല. ദിലീപേട്ടൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ദിലീപേട്ടൻ്റെ ആ ഒരു കാര്യം കൊണ്ട് ദിലീപേട്ടൻ്റെ പടങ്ങൾ മൂടിക്കെട്ടാനുള്ള പരിപാടിയാണ്. അത് ചെയ്യുന്നതാരെന്ന് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെയും ദിലീപേട്ടനെ പൂട്ടി കഴിഞ്ഞാൽ പൃഥ്വിരാജിന് കയറി വരാൻ പറ്റുള്ളൂ. നമ്മളെ ജനപ്രിയ നടനെന്ന് മാത്രമല്ല പറയണം, നമ്മളെ ജനനായകനാണെന്ന് പറയേണ്ട. കാര്യം ദിലീപേട്ടൻ്റെ ഓരോ പടങ്ങളും നമ്മൾ എന്തുമാത്രം പടങ്ങളാണ്. പക്ഷേ പവി ടേക്കറിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് ഗംഭീര ഒരു പടം വരുന്ന കേട്ടോ. ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഫാമിലി ആയിട്ടുള്ള പറഞ്ഞവർക്ക് എല്ലാവരും റൊമാൻസ് ആയിരുന്നാലും ഒരു രക്ഷയില്ലാത്ത റൊമാൻസ്. അയാൾ ഈ 55 വയസ്സായിട്ട് അയാൾ ഇത്രയും രീതിയിൽ കൊച്ചു പിള്ളേരോട് ദിലീപേട്ടനോട് അഭിനയിക്കുന്നത് മൊത്തം കൊച്ചു പെൺപിള്ളേരാണ്. അവരോടൊക്കെ ഇത്രയും റൊമാൻസ് കാണിക്കുന്നുവെങ്കിൽ ദിലീപേട്ടൻ്റെ കഴിവ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ കല്യാണം കഴിഞ്ഞു, പക്ഷേ എന്നെ കണ്ടിട്ട് ഒന്നും കൂടെ പ്രേമിച്ചാൽ കൊള്ളാം തന്നെ കാര്യം. ദിലീപേട്ടനെ ഈ പ്രായത്തിൽ പ്രേമിക്കാമെങ്കിൽ പിന്നെ എനിക്കൊന്ന് പ്രേമിച്ചൂടെ? പ്രേമിച്ചൂടെ? ജയ് ജയ്
അപ്പോൾ ദിലീപേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഫാമിലിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ്. കോമഡി എന്ന് വെച്ചാൽ കിടിലം കോമഡി, ചിരിച്ചൊരു വഴിയാവും. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് കൂടെ തന്നെയാണ്. ഇത് പൃഥ്വിരാജിന് ഒരു പേടി സ്വപ്നം ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പൃഥ്വിരാജ് തീർന്ന് കാര്യം വെച്ചാൽ ലാലേട്ടനെ കൊണ്ടുവന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ലാലേട്ടനെ ഒരു പ്രതിമയെ പോലെയൊക്കെ നിർത്തി തീർന്ന്. അതായപ്പോൾ തുടരും സിനിമയിൽ ലാലേട്ടൻ കടന്ന് ഇനിയും തുടരും സിനിമയിലൊന്നും ലാലേട്ടൻ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപേട്ടൻ ഞാൻ ഒതുക്കിയത് പൃഥ്വിരാജാണ്. അതില്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെ ജനനായകൻ ഒരാൾ തെറ്റ് ചെയ്തത് നമ്മളെ കണ്ണുകൊണ്ട് കാണണം. ഒരാളെ നമ്മൾ തെറ്റ് ചെയ്ത് കണ്ണുകൊണ്ട് കാണാതെ നമ്മൾ അവരെ കുറ്റം ആരോപിക്കേണ്ട ഒരു കാര്യമില്ല. ആണോ അല്ലേ? പല നെഗറ്റീവ് ഇടും, എനിക്ക് നെഗറ്റീവ് ഇടും. എവനൊന്നും പറയല, എവനൊക്കെ പോയി വിളയിൽ കിടന്ന് പറയേണ്ടെന്ന് ഒരു കാര്യമില്ല. അപ്പിയിട്ട പിള്ളകളെ എനിക്ക് അവനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അവനൊക്കെ വെറും ഒരു എനിക്ക് ഇവനൊക്കെ വെറും